ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഭക്ഷ്യവിളകൾ എന്തിട്ടുള്ളത് അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഓർക്കണേ, ഭക്ഷ്യവിളകൾ നമുക്ക് പറയാനുണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഭക്ഷ്യവിളയുടെ 60% അവർ നികുതിയായിട്ടില്ല. ദക്ഷിണേന്ത്യൻ പ്രദേശം എന്നാണ് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാവുക, മനസ്സിലാക്കി വെക്കുക. തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമായിട്ടും എന്ത് നടപ്പിലാക്കിയുള്ളത്, റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയുള്ളതാണ്. മഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രാമം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോരോ ഗ്രാമത്തിനെയും ഓരോരോ യൂണിറ്റായി കണക്കാക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, നികുതി പിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ് മക്കളെ. മുഴുവൻ ഭാഗങ്ങൾ നോക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തു നിൽപ്പുകളും. ഇന്ത്യയിലേക്ക് പല യൂറോപ്യൻ ശക്തികളും വന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് നമുക്കറിയാം? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ 4 യൂറോപ്പ് ശക്തികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ സാമ്പത്തികമായിട്ടാവട്ടെ, രാഷ്ട്രീയമായിട്ടാവട്ടെ, സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത ആൾക്കാരാണ് ആര്? ബ്രിട്ടീഷുകാർ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവരുടെ ചൂഷണം ഏത് രീതിയിലായിരുന്നു, അതിന് എതിരായിട്ട് ഇന്ത്യക്കാർ ഏത് രീതിയിലാണ് ചേർത്ത് നിന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നോക്കിയേ, 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം. അപ്പോൾ അത് മുതൽ 1857 കലാപം വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ വലിയൊരു പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതെന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ നോക്കുക, ഏകദേശം 63% പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊത്തം ആരുടെ കൺട്രോളിൽ തന്നെയാണ്? അത് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി ഏത് രീതിയിലാണ് ഇവർ നമ്മളെ ചൂഷണം ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, സാമ്പത്തികമായിട്ടാണ് ഏറ്റവും കൂടുതൽ അല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല നികുതി സമ്പ്രദായങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള നികുതി സമ്പ്രദായങ്ങളാണ് ഏതൊക്കെ? 1 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 2 റൈറ്റ് വാരി വ്യവസ്ഥ, 3 മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് മക്കളെ, ജമീന്ദാരി സമ്പ്രദായം. പറയാനൊരു കാരണമുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഇനി ഇത് നടപ്പിലാക്കിയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഓക്കെ, നടപ്പിലാക്കിയിട്ടുള്ള ആളുടെ പേര് കൂടി പഠിച്ചു വെക്കണം, കോൺവാലീസ് പ്രഭു. അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള കോൺവാലീസ് പ്രഭുവാണ്. ഓക്കെ, ഇപ്പം തന്നെ പഠിക്കണേ, എന്താണ് കോൺവാലീസ് പ്രഭുവാണ് എന്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ള എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇന്ത്യൻ്റെ ഏത് ഭാഗത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ, ബംഗാൾ, അതേപോലെ തന്നെ ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ എന്ത് നടപ്പിലാക്കി? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. ഇതിൻ്റെ മറ്റൊരു പേരാണെന്തെന്ന്? ജമീന്ദാരി സമ്പ്രദായം. അതിനുള്ള കാരണമാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇത്രപോലെ ക്ലിയർ അല്ലേ? ഇനി നോക്ക്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു. എന്താ ഈ ജമീന്ദാർമാരെന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ജന്മിമാരൊക്കെ പറയാറല്ലേ, അതേപോലുള്ള ആൾക്കാരാണ് എന്തെന്ന്? ജമീന്ദാർമാർ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കായിരുന്നു? ജമീന്ദാർമാർക്കായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവരെന്താണ്? ഭൂമിയുടെ ഉടമകളായിരുന്നു. ആര്? ജമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളായതോടു കൂടിയിട്ട് കർഷകർ എന്തായിട്ട് മാറി? കുടിയാന്മാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്ര പോലെ മനസ്സിലാക്കി വെക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ജമീന്ദാർമാർക്കാണ്. ഇനി എന്താണ് നികുതിയായിട്ട് പിരിക്കുന്നത്? എന്താണോ വിളവ്, ആ വിളവിൻ്റെ 60% അവർ നികുതിയായിട്ട് ഈടാക്കുക. ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ, ഇന്ത്യക്കാർ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താ, കർഷകരായിരുന്നു അല്ലേ അവർ. അപ്പോൾ അവർ കർഷകരെന്ന് പറയുമ്പോൾ ഗോതമ്പ് അല്ലേ, നെല്ല്, ചോളം, ബാർലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിട്ടുള്ളത്? ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യവിളകൾ എന്തിട്ടുള്ളത്? അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഓർക്കണേ, ഭക്ഷ്യവിളകൾ നമുക്ക് പറയാനുണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഭക്ഷ്യവിളയുടെ 60% അവർ നികുതിയായിട്ട് ഈടാക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 100 കിലോ
ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 60% അല്ലെങ്കിൽ 60 കിലോ ആർക്ക് കൊടുക്കണം? ജമീന്ദാർമാർക്ക് നികുതിയായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി വിളവ് മോശമായാലും അവർ ഇത് കൊടുക്കണമായിരുന്നു, നികുതി നൽകണമായിരുന്നു. അല്ലേ? വിളവ് മോശമായാൽ എങ്ങനെ നികുതി നൽകുക? അതിനുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണ്? അവർ ഈ പലിശക്ക് കടം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? പൈസ അങ്ങ് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് നികുതിയായിട്ട് കൊടുക്കും. അപ്പോൾ വിളവ് മോശമായാലും എന്ത് നൽകണമായിരുന്നു? നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ പണമായിട്ടും എന്ത് നൽകണമായിരുന്നു? നികുതി നൽകണമായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്തെന്ന്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തെന്താണ്? നമുക്കറിയാം റയറ്റ് വാരി വ്യവസ്ഥ. റയറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് എന്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, അല്ലേ? ഈ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ ഈ കർണാടക വരും, ആന്ധ്രാപ്രദേശ് വരും, തമിഴ്നാട് വരും, അല്ലേ? കേരളം ഒക്കെ വരും. അപ്പോൾ ഇത്രയും പ്രദേശങ്ങളൊന്നുമില്ല, അല്ലേ? ദക്ഷിണേന്ത്യൻ പ്രദേശം എന്നാണ് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കുക, തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമായിട്ടും എന്ത് നടപ്പിലാക്കിയുള്ളത്? റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയുള്ളത്. ഓക്കെ അല്ലേ? തോമസ് മൺറോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭുവാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല കേട്ടോ, മുംബൈ, അല്ലേ, നമ്മളെ ബോംബെയിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആസാമിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, പഠിക്കണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, റയറ്റ് വാരി സമ്പ്രദായം എന്തൊക്കെയാണ് അതിലെ പോയിന്റ് എന്ന് പറയുന്നത്? റയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണേ. റയറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവകാശി ദക്ഷിണേന്ത്യയിൽ ആര് തന്നെയായിരുന്നു? അത് കർഷകർ തന്നെയായിരുന്നു, ജമീന്ദാർമാരെ പോലെയല്ല, അല്ലേ? അപ്പോൾ ബംഗാൾ, ബീഹാർ, ഒറീസ അവിടെയൊക്കെ ആരാണ്? ജമീന്ദാർമാരാണ് ഭൂനികുതി പിരിക്കുന്നത്, അവരാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാർ. ഇവിടെ ആരാണ് ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്നത്? അത് കർഷകർ തന്നെയാണ്. അപ്പോൾ ഈ കർഷകരാണ് നമ്മൾ എന്ത് പറയുക? റയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റയറ്റ് വാരി സമ്പ്രദായം എവിടെ നടപ്പിലാക്കി? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കി, അല്ലേ? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായമായിരുന്നു എന്തിനുണ്ടായിട്ടുള്ളത്? റയറ്റ് വാരി സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അമിതമായിട്ടുള്ള നികുതിയായിരുന്നു ഏതിലുണ്ടായിട്ടുള്ളത്? റയറ്റ് വാരി സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നികുതി ഇടയ്ക്കിടെ എന്ത് ചെയ്യുമായിരുന്നു? വർദ്ധിപ്പിക്കുമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ഏതാ മക്കളെ? മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയുള്ള എവിടെയാണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഏത് പ്രദേശങ്ങളായിരിക്കും? ഈ ഒരു പ്രദേശങ്ങളായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ എന്ത് നടപ്പിലാക്കി? ഈ ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കി. ഇനി മഹൽവാരി സമ്പ്രദായം, അല്ലേ? മഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രാമം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോരോ ഗ്രാമത്തിനെയും ഓരോരോ യൂണിറ്റായി കണക്കാക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? നികുതി പിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആരാ നികുതി പിരിക്കുന്നത്? ഗ്രാമത്തിന് തലവൻ ആരാണോ ആ ഗ്രാമത്തലവനായിരിക്കും എന്ത് ചെയ്യുക? നികുതി പിരിക്കുക. ഓക്കെ, ഇവിടെയും നമുക്ക് കാണാൻ പറ്റും നികുതി നിരക്ക് അമിതമായിരുന്നു, അല്ലേ? എവിടെ നടപ്പിലാക്കി മക്കളെ? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര പോരെ കാര്യങ്ങൾ കിട്ടിയാ ഇത് പരീക്ഷയ്ക്ക് എന്തുണ്ടാവും? നിർബന്ധമായിട്ടും ചോദിക്കും. ഇതിലേതെങ്കിലും ഒരു നികുതി സമ്പ്രദായം എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാമല്ലോ. നോക്കിയേ, ഒന്ന് ഓടിച്ചങ്ങ് പറയാലോ. നോക്ക്, എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? എവിടെ നടപ്പിലാക്കി? ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കി. ആരാണ് നികുതി പിരിക്കുന്നത്? ജമീന്ദാർമാരാണ് നികുതി പിരിക്കുന്നത്. ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കിയത്. എന്താ നികുതിയായിട്ട് കൊടുക്കേണ്ടുന്നത്? എന്താണോ വിളവ് ആ വിളവിൻ്റെ 60% നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു, അല്ലേ? വിളവ് മോശമായാലും നികുതി കൊടുക്കണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായിട്ട് നൽകണമായിരുന്നു. അടുത്തത് എന്താണ്? റയറ്റ് വാരി സമ്പ്രദായം എവിടെ നടപ്പിലാക്കി? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കി, അല്ലേ? തമിഴ്നാട്ടിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഇനി റയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർഷകൻ എന്നാണ് റയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലേ? ഇവിടെയും നമുക്ക് കാണാൻ പറ്റും നികുതി നിരക്ക് വളരെ അധികമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. അടുത്തത് മഹൽവാരി സമ്പ്രദായം എവിടെ നടപ്പിലാക്കി? ഇന്ത്യൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നടപ്പിലാക്കി. മഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന അർത്ഥം. ഓരോ ഗ്രാമത്തിനെയും ഓരോ യൂണിറ്റായി പരിഗണിച്ച് എന്ത് ചെയ്യും? അവിടുന്ന് നികുതി പിരിക്കും. ആരാ പിരിക്കുക? ഗ്രാമത്തലവന്മാരാണ് പിരിക്കുക.
പിന്നെയോ നികുതി നിരക്ക് അമിതമായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? ഇതെന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിക്കുക, പരീക്ഷ എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ അല്ലേ? ഇനി ചെറിയൊരു ടോപ്പിക് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ശേഷം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നോക്ക്, കൃഷിയുടെ വാണിജ്യവൽക്കരണം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആൾക്കാരാണ് സാധാരണക്കാരായുള്ള കർഷകരാണ്. അവർ പരമ്പരാഗതമായിട്ട് അവർക്ക് വേണ്ടിയിട്ടല്ലേ, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തിട്ടുള്ളത്, കൃഷി ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും കൃഷിയിലുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഭക്ഷ്യവിളകളായിരുന്നു. വിളകൾ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഭക്ഷ്യവിള അല്ലേ, എന്താണ് ഭക്ഷ്യ വിളകളും അതേപോലെ തന്നെ നാണ്യവിളകളും. എന്താ ഈ രണ്ട് തമ്മിൽ വ്യത്യാസം? നാണ്യവിള രണ്ട് തമ്മിൽ വ്യത്യാസം എന്താണ്? ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ്, ഗോതമ്പ്, ബാർലി, നെല്ല് അല്ലേ, ചോളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് ഭക്ഷ്യവിള എന്ന് പറയുന്നത്. എന്താ നാണ്യവിള എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല പൈസ കിട്ടുന്ന വിളകളുണ്ടാവും അല്ലേ, അതാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കാപ്പി പോലെയുള്ള, ഏലം പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, കുരുമുളക് പോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നാണ്യവിളകൾ പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്തിട്ടുള്ളത് അല്ല കർഷകരായി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അവർ അവരുടെ ഗ്രാമത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്തിട്ടുള്ളത്, കൃഷി ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും കൃഷിയുള്ള ഐറ്റം എന്ന് പറയുന്നതാണ് ഭക്ഷ്യവിളകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ഇവർ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? പരമ്പരാഗതമായിട്ട് ഭക്ഷ്യവിളകൾ മാത്രം കൃഷി ചെയ്തിട്ടുള്ള ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം യൂറോപ്യൻ വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മാറ്റത്തിനെ നമ്മൾ എന്ത് പറയുക, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് വിഷയം നിങ്ങൾ എന്ത് എഴുതും? ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് അവരുടെ കുടുംബത്തിനും ഗ്രാമത്തിനും വേണ്ടിയിട്ടാണ്. പരമ്പരാഗതമായിട്ട് അവർ ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്തിട്ടുള്ള ആ ഒരു മാറ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്ര പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നോക്കാം. ബാക്കിയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം.